വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി വൈകുന്നതായി ആരോപിച്ച് നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്ത്. വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളാണിപ്പോൾ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ആശങ്കയാവുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറും തകഴി ശിവശങ്കരപിള്ളയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പഠിച്ച ഈ സ്കൂളിന്റെ മതിലിൽ താങ്ങി നിൽക്കുന്ന നിലയിലാണ് പല വൻമരങ്ങളും. വൈക്കത്തു നിന്ന് കുമരകം, കോട്ടയം, ആലപ്പുഴ, ചേർത്തല ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയായ ഈ റോഡിലൂടെ നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപത്തെ അംഗനവാടിയിലെ കുട്ടികൾക്കും ഈ മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. വിലക്കുറവുള്ള മഞ്ചാടി മരത്തിന്റെ കൊമ്പുകൾ പലതവണ റോഡിലേക്ക് ഒടിഞ്ഞു വീണ് വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബോയ്സ് സ്കൂളിന്റെ കിഴക്കേ സൈഡിലുള്ള രണ്ടുനില കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന 4-5 മരങ്ങൾ ഈ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ്. വൈക്കം, ആലപ്പുഴ, ചേർത്തല, കോട്ടയം റോഡാണ്. എപ്പോഴും വണ്ടികൾ വന്നിട്ടിരിക്കുകയാണ്. 2 സ്കൂളിലെ കുട്ടികളും അതിലൂടെ നടന്നു പോകുന്നതാണ്. ഈ മരച്ചില്ലകൾ പല പ്രാവശ്യമായിട്ട് ഒടിഞ്ഞു വീഴും. ഇപ്പം മതിലെ ചാരി നിൽക്കുകയാണ്. ഭയങ്കര അപകടാവസ്ഥയിലുള്ള ആണ്. അതിനിടയ്ക്ക് ഒരു അംഗനവാടി ഉണ്ട്, ഒരു ഡേ കെയറും ഉണ്ട്, അംഗനവാടി ഒടിഞ്ഞു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളെ എപ്പോഴും യാത്ര ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഒരു സെക്കൻഡില് ഒരു 10-30 വണ്ടി കടന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഏത് സമയത്ത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതരെ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഈ അവസരം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വലിയൊരു മരച്ചില്ല റോഡിലേക്ക് വീണതോടെ മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ഈ സമയത്ത് അതുവഴി കടന്നുപോയ ഇരുചക്ര വാഹന യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മതിലിൽ താങ്ങി നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായി റോഡിലേക്ക് പതിഞ്ഞാൽ വാഹനങ്ങൾക്കും 11 kV വൈദ്യുതി ലൈനും കേടുപാടുകൾ സംഭവിച്ച് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇതിനു പുറമെ സ്കൂൾ വളപ്പിലെ വലിയ മതിലും ചാഞ്ഞ് അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കാലവർഷം ശക്തമാകുന്നതിന് മുമ്പായി അപകട ഭീഷണി ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും നഗരസഭയ്ക്കും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകൾക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വാർഡ് കൌൺസിലറും നാട്ടുകാരും.